ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് സി വിയും കവർ ലെറ്ററും സിമ്പിളായിട്ട് ചെയ്യാം. അതും പല 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 ഡിസൈനിലും ആകൃതിയിലൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങളുടെ ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇതിനായി നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ റെസ്യൂം ബിൽഡർ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇത് വളരെ സിമ്പിളാണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടറിൻ്റെ മുന്നിലൊക്കെ ഇരുന്ന് ഈ വേർഡിലൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര റിസ്ക് ആണല്ലോ. അപ്പോൾ ഇതിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം ചെയ്ത് തീർക്കാം. കവർ ലെറ്റർ ആണെങ്കിലും എല്ലാം അതിലുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൽ എൻ്റർ ചെയ്ത് കൊടുത്താൽ തന്നെ സിമ്പിളായിട്ട് പല വെറൈറ്റി ഡിസൈനിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഈ വിൻഡോയിൽ പ്ലീസ് റീഡ് ദിസ് കെയർഫുള്ളി എന്നൊരു വിൻഡോ വരും. അതിൽ എഗ്രി എന്നുള്ളൊരു ബട്ടൺ പ്രസ് ചെയ്യാം. ഇതിൽ നമ്മൾ ഡൗൺലോഡ്സ് ബട്ടൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ആ വിൻഡോയിൽ അലോ റെസ്യൂം ബിൽഡർ ടു ആക്സസ് ഫോട്ടോ മീഡിയ ആൻഡ് ഫയൽ ഓൺ യുവർ ഡിവൈസ് എന്നുള്ളത് അലോ ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സിമ്പിളായിട്ടൊരു ബയോഡാറ്റ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബയോഡാറ്റയും അതുപോലെ കവർ ലെറ്ററും സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്രിയേറ്റ് റെസ്യൂം എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ബേസിക് ഡീറ്റെയിൽസ് വരും. അതിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത ശേഷം അത് സേവ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് പേഴ്സണൽ പ്രൊഫൈൽ വരും. അതിലെല്ലാ കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്യുക. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ അതുപോലെ തന്നെ അതും കൊടുക്കുക. എന്നിട്ട് അതും സേവ് ചെയ്യുക. അത് സേവ് ചെയ്ത ശേഷം എക്സ്പീരിയൻസ് കൊടുക്കുക. അതും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യുക. പിന്നെ അച്ചീവ്മെൻ്റ് എന്തെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ അത് സേവ് ചെയ്ത് അതും സേവ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ആക്ടിവിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അല്ലെങ്കിൽ അത് സേവ് ചെയ്യുക. ഹൈഡായിട്ട് കാണിക്കാൻ ഹൈഡ് ആക്ടിവിറ്റി എന്ന് ടിക്ക് ഇട്ടാൽ അത് ഹൈഡായി പോവും. പിന്നെ പേഴ്സണാലിറ്റി സ്ട്രെങ്ത്, നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെങ്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് കൊടുക്കാം. അത് സേവ് ചെയ്യുക. പിന്നെ ഒബ്ജക്റ്റീവ്സ് എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യുക. പിന്നീടായിട്ട് ഡിക്ലറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതും സേവ് ചെയ്യുക. ഇതിനി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഡേറ്റും പ്ലേസും ഞാനിവിടെ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സേവ് ചെയ്തു. പിന്നെ നമുക്കിതിൽ ഫോട്ടോസും സിഗ്നേച്ചറും കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ എന്താ പറയുക, ഞാൻ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചേഞ്ച് ഇമേജ് അല്ലെങ്കിൽ അവിടെ ചേഞ്ച് ഇമേജ് വരും. അപ്പോൾ ഓപ്പൺ ഇമേജ് കൊടുത്തിട്ട് നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അത് ടിക്കിട്ട് സേവ് ചെയ്യുക. ആ ഫോട്ടോ അവിടെ വന്നിട്ടുണ്ട്. ഇനി ഇതിൽ അതേപോലെ സിഗ്നേച്ചർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ സിഗ്നേച്ചർ കൊടുക്കാം. എന്നിട്ട് അത് സേവ് ചെയ്യുക. ഓക്കെ, പിന്നെ അത് ബാക്ക് വെക്കുക. പിന്നെ വീണ്ടും നമ്മൾ ക്രിയേറ്റ് റെസ്യൂം എന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ജനറേറ്റ് റെസ്യൂം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് റെസ്യൂം ടെംപ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതുപോലുള്ള ടെംപ്ലേറ്റ് നമുക്കിതിൽ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഇത് എടുത്തിട്ട് ഇതിൽ നമുക്ക് പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മോഡലാണ് അതിൽ വരുന്നത്. ഇതിൽ നമ്മൾ ആ ഒരു ഇതെടുത്തോണ്ടാണ് അങ്ങനെ വന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എടുത്തത് ഇതിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആവശ്യം അനുസരിച്ച് ഏത് മോഡൽ നമുക്ക് ഇതിലെടുക്കാം. ഞാൻ ഈ ഒരു ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ട ചൂസ് കളർ, ഇപ്പം നമ്മൾ നീല എടുക്കുകയാണെങ്കിൽ പ്രിവ്യൂ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മോഡലിലാണ് വരിക. പിന്നെ ഇത് ഇനി ഡൗൺലോഡ് ചെയ്യാൻ ഡൗൺലോഡ് ഓപ്ഷൻ 1 നിൽക്കുക. നമ്മൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമ്മൾ വ്യൂ ഡൗൺലോഡ്സ് നോക്കി കഴിഞ്ഞാൽ ഇതാ നമുക്ക് ഈ ഡൗൺലോഡ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റീവ് റെസ്യൂം പറയുമ്പോൾ നമുക്ക് എങ്ങനെ വരും പക്ഷേ അതിൽ പേഴ്സൻറ്റേജും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ആ പേഴ്സൻറ്റേജ് കാര്യങ്ങളൊക്കെ കൊടുത്ത്
സേവ് ചെയ്യാവുന്നതാണ്. %. ഓക്കെ, അതൊക്കെ സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്ത ശേഷം നമുക്കിതിൽ വേണ്ട ബയോഡാറ്റേൻ്റെ ടെംപ്ലേറ്റ് എടുത്തിട്ട് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഈ വരുന്നതാണ്. ഇതിൽ നമ്മൾ പ്രിവ്യൂ ചെയ്താൽ അങ്ങനെ വരും. ഇനി നമുക്കിതൊന്നുമില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഡൗൺലോഡ് ചെയ്തിട്ടോ ഉപയോഗിക്കാം. വ്യൂ ഡൗൺലോഡ്സ് അതാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PDF ആയിട്ട് തന്നെ കരുതി ഡൗൺലോഡായി വന്നിട്ടുണ്ടാവുക. നമുക്ക് അടുത്തതായിട്ട് എങ്ങനെയാണ് കവർ ലെറ്റർ എങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. അതിനായിട്ട് നമ്മൾ ബാക്ക് അടിച്ച് പോയിട്ട് ഇതിൻ്റെ ഹോമിലെത്തുക. ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഹോമിലെത്തുക. ഇനി കവർ ലെറ്റർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കവർ ലെറ്റർ എന്ന ഓപ്ഷൻ എടുത്തിട്ട് ഇതിൽ നമ്മൾ നെയിം, അതുപോലെയുള്ള കമ്പനി നെയിം, പിന്നെ അഡ്രസ്സ്, പിന്നെ അതെല്ലാം കൊടുത്തിട്ട് സേവ് ചെയ്യുക. സേവ് ചെയ്താൽ നമ്മൾ കവർ ലെറ്റർ റെഡി ആയിട്ടുണ്ട്. അതുപോലുള്ള കവർ ലെറ്റർ നമുക്ക് ഇതിൽ നിന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ നമുക്ക് ഇനി ഇതിൽ എന്തെങ്കിലും അൾട്രേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ എന്താ പറയുക കീബോർഡ് വെച്ച് തന്നെ നമുക്കിതിൽ ടൈപ്പ് ചെയ്തിട്ട് അൾട്രേറ്റ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇതാ ഡൗൺലോഡ്സ് നോക്കി കഴിഞ്ഞാൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഡൗൺലോഡ് ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ച് നമുക്ക് ഡൗൺലോഡ്സ് കാണുന്നുണ്ടെങ്കിൽ ഹോം പേജിൽ ഡൗൺലോഡ്സ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്ത എല്ലാ അതും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.